മോളെ നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങള് കോലം കെട്ട് പോയില്ലോടിയുള്ളേ കുളിക്കാഞ്ഞിട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു. ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മൃഗമായാലും രാവിലെ കുളിച്ചിരിങ്ങി ഒരു വായിക്കും കൊള്ളൂല. കുളിച്ചിട്ട് എന്തൊക്കെ അസുഖം വരുന്നേന്നറിയാവോ? ചരങ്ങ്, കരിഞ്ചപ്പട്ട, കണ്ണമാലി, അടിമാലി, ആയിരക്കണ്ണി, ചീങ്കണ്ണി മുതൽ ജപ്പാൻചോരം വരെ പിടിക്കും. മോള് വേഗം ചെന്ന് കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തയ്ക്ക് വിളിക്കണ്ടേ? സിസ്റ്റാടെ കുളിയൊക്കെ തെറ്റിയിട്ട് കാര്യം എത്രയായി. മോള് വേഗം ചെന്ന് കുളിക്കും. ചെന്ന് സോപ്പും തോട്ടമൊക്കെ എത്തുണ്ടോ? വേഗം ചെല്ലും. അല്ല പുള്ള കുളിച്ചാൽ തള്ളക്ക് കേടില്ല എന്നല്ലേ പ്രണാമം. ഞാനിത് ഇളക്കി കുളമാക്കാം. പറ്റുമോളെ വേഗം ചെന്ന് കുളിച്ചിട്ടോ. വേഗം കുളിച്ചിട്ട് വരാൻ ഞാൻ. അമ്മോ വേഗം ഒന്നും കുളിക്കണ്ട. നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. വടി നോയിക്കൊണ്ടിരുന്ന കാണാനുള്ള മുഴുവൻ പിള്ളേര് കണ്ടേച്ചു പോവും. ഞാൻ പിന്നെ നോക്കണം. രമണ്ണ നോക്കിക്കൊണ്ടാ ഇതേത് കാലന്റെ കാല വലിക്ക് പുറത്തേക്ക് ഇടുവാനെ. താൻ കുടിച്ച പോയി താൻ തന്നെ നെയ്യത്ത് പോലെ വയ്യത്ത്. വരട്ടെ മോനെ. ചന്ദ്ര പത്രത്തെ ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോടാ. ഇവള് എന്റെ പുറത്ത് പലഹാരം ഉണ്ടാക്കാണ്. എഴുമല പൂഞ്ചോല വാമനക്ക് മണിമാല. ബെസ്റ്റ്. മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. ഏത് പാട്ട്? നമ്മുടെ ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുമ്പം എന്തിനാ ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഉത്തേജിപ്പിക്കല്ലേ? ഉത്തേജിപ്പിച്ച് ഇയാള് മണ്ണിന്റെ അടി പോണവരുണ്ടാവും. ഈ എണ്ണിട്ട് ഈ തിരുമ്പല്. ഇയാളെന്താ ഒളിമ്പിക്കണോ? നിനക്ക് എന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലട്ടാ. ഒരു ചെറിയ നമ്പർ ഇറക്കാം. ചേച്ചി ചേച്ചിയെ എണ്ണയിപ്പിക്കട്ടാ. തോന്നും പൊരിച്ചെടുക്കാനാണത്. അല്ലേ ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നേ? കുതിരശക്തി കിട്ടാനും യൗവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു. ആണോ? പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. കുതിരശക്തി കിട്ടുന്ന മരുന്ന് ബെസ്റ്റാ. അതാ വേണ്ടത്.
കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, വരിക്കപ്ലാവിന്റെ തെക്ക് ശിഖരത്തിൽ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക. തെലുങ്ക് ദേശത്ത് ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നിട്ടില്ല. അതാ ഒരു പ്രാവശ്യം തെച്ചാ മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി ആർക്കും വെക്കാം എങ്ങനെ ഏത് സമയത്ത് വേണം. അമേരിക്ക 2-3 സ്ഥലങ്ങളിൽ ഉള്ള ഉടുതുണി പണയം വെച്ച് കളിക്കുന്ന കല്യാണ സുഹൃത്തുക്കളെ, ഈ പെൻസിൽ നാടകയുടെ അകത്ത് കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, പുറത്ത് കുത്തുവാണെങ്കിൽ കമ്പനിക്ക് കിട്ടും. 5, 10, 20 എത്ര വേണമെന്ന് വെക്കാം. യാതൊരു മനസ്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. 200 വരെ നിങ്ങൾക്ക് 200 വെച്ചാൽ 4. മണിക്ക് കാണാമെന്ന് തന്നെയാണ് അവള് പറഞ്ഞത്. ഉറപ്പാ. ഈ ചെവിണ്ട് ഞാൻ കേട്ടതാ. മണിതേ 4:30 അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വല്ലതുമാണ്. ഏതായാലും കാപ്പ് കുടിക്കാൻ വല്ല അവളെ ക്ഷണിച്ചാൽ ഞാനില്ല, നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി. എടാ ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി കൊള്ളിക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗുണ്ടകൾ വല്ലതും വന്ന് അപ്പം മുങ്ങിക്കോണം. കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. ഇടയ്ക്കിടയ്ക്ക് കിഴിയിടുന്നത് ബോഡിക്ക് നല്ലതാണ്. ഹലോ, തീപ്പറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ തരിക, അല്ലാതെന്താ. അതെ, ആ നാൻസി പറഞ്ഞത് കേട്ട് എന്തെങ്കിലും അവയം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. നാൻസിയോ? ഏത് നാൻസി? ഫണ്ണി പീപ്പിൾ. ഗുഡ് ഈവനിങ്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഓ, ഞാനാണല്ലോ വിളിപ്പിച്ചേ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. സോറി കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട്. എല്ലാം ഇന്നത്തോടെ തീർക്കണം. ഏയ്, നിങ്ങളോടാ ചോദിച്ചേ, തീർക്കില്ലേ? ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെന്നല്ലേ? ഏതാണ്ട് 1 മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും. ശങ്കർ ഒറ്റയ്ക്കല്ല, കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി. അതെ, ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ ആരാന്ന് ആദ്യം പറ. പറയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾക്കെന്നല്ല, ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി. കാൾട്ടൺ നിക്കോളസിന്റെ മകളോ? എന്താ, വിശ്വാസമായില്ലേ? അത്ര വിശ്വാസം പോരാ. ഞങ്ങളുടെ അനുഭവം അതാണല്ലോ. ശരി, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, പോരെ? വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ. എന്തിനാ ഇത്ര ധൃതി? നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു, എന്നെ അവിടെ കാണുന്നു, വിശ്വസിക്കുന്നു. ബാക്കി വിശ്വാസത്തിന് ശേഷം. അവള് പറഞ്ഞ സത്യമായിരിക്കോ? ഈ കാൾട്ടൺ നിക്കോളസ് ആരാന്നറിയോ നിങ്ങൾക്ക്? കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള്. ഈ വന്നതും പോയും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മതി, നിർത്ത. ആദ്യം അവള് പറഞ്ഞ സത്യമാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഈ തുള്ളിച്ചാട്ടമൊക്കെ. അയ്യോ, ചായ ഒന്നും കുടിക്കാൻ ടൈമില്ല. കാര്യമില്ലേ അറിയാൻ കെലിയെ തും ആയാ ഹൂം. ദിൽവാലെ ദുൽഹനിയ ലേ ജാएंगे. तू चोर मैं सिपाही. जाओ चलो शाबाश है. അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസക്കുറവൊന്നുമില്ലായിരുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ, ഊരിലെ പഞ്ഞിയല്ല പഞ്ഞം. അപ്പോ നമ്മൾ കമ്പനി ആവുകയാണ്. കമ്പനിയുടെ തുടക്കം എന്റെ വീട്ടിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ. ഈ വരുന്ന April 14 എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് നിങ്ങൾ എല്ലാരും വരണം. പക്ഷെ ഒരു കാര്യം, വേറെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് പപ്പയുടെ മുമ്പ് വെച്ച് ഞാൻ നിങ്ങളോട് യാതൊരു പരിചയവും ഭാവിച്ചില്ല. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് അഭിനയിച്ച പോലെ. കറക്റ്റ്.
കാൾട്ടൺ കൊക്കോകോള ഞങ്ങളോട് വല്ലതും ചോദിച്ചാലോ? കൊക്കോള അല്ല, നിക്കോള. ഓ, കൊക്കോകോള ഒരു സോപ്പിന്റെ പേരാണല്ലേ. വല്ലതും ചോദിച്ചാലോ? പപ്പ നിങ്ങളെ കാണണ്ട, ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളും ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണല്ലോ, അതും ഇൻവൈറ്റഡ് ബൈ ദ ഹീറോയിൻ ഓഫ് ലൊക്കേഷൻ. എന്താ? ഓക്കെ, എഗ്രീഡ്. അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. Happy birthday to you. 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 Happy birthday. താങ്ക് യു. അനുജ പോലെ, ഞാൻ ഇപ്പൊ വരാം. മോളെ, മാത്യൂസ് എങ്ങനെ വിളിക്കും? നിനക്ക് കേക്ക് കിട്ടിയോ? ശരി, മോള് വയ്ക്കോ, ഞാനിപ്പോ വരാം. ഇതങ്ങോട്ട് ജോബി, നീ ഇവരോട്ട് അങ്ങോട്ടിരി. എക്സ്ക്യൂസ് മീ, ഞാൻ പോരാ. ആ, ഇത് മിസ്റ്റർ മാത്യൂസ്, എന്റെ നെവ്യാണ്. ഹലോ. ഐ എം സച്ചാല. ഹായ്. എന്റെ എല്ലാ ബിസിനസ്സും മാനേജ് ചെയ്യുന്നത് ഇയാളാണ്. ശരിക്കും എന്റെ കമ്പ്യൂട്ടർ. ഏയ്, അങ്ങനൊന്നുമില്ല. ഐ ആം ജസ്റ്റ് എ സർവന്റ് ഒബേയിങ് ദ ഓർഡേഴ്സ് ഓഫ് ദിസ് മാസ്റ്റർ ബൈ. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി, ഓക്കെ. ആ മാത്യൂസ്, ക്ഷണിച്ചവരൊക്കെ എത്തിയല്ലോ അല്ലേ? ആ, ഓൾമോസ്റ്റ് ഓൾ. ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത്, ബബ്ബ അടിക്കരുത്. നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. മൊത്തത്തിൽ നല്ല സ്റ്റൈലായിരിക്കണം. ഓക്കെ ഓക്കെ. അന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ? രാഘവേട്ടൻ വേണം ഇവരെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ. അക്കാര്യം ഞാൻ ഏറ്റത്. ഞാനൊരു സ്മോൾ എത്ര? 5? അയ്യേ, ഒരു കൺട്രോൾ വേണം. അതൊക്കെ ഉണ്ടാവും. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഞാനില്ല. ഇവിടെ ശരി, ഒരു സ്മോൾ ഏരിയ. എക്സ്ക്യൂസ് മീ, നാൻസിയുടെ ആരാ? ഞാൻ കോട്ടനങ്ങളുടെ പെങ്ങളുടെ മകളാ. അല്ല, മകൻ. ഓ, കട്ടപ്പനയിലുള്ള. അതെ അതെ, കട്ടപ്പനയുള്ള. മമ്മി, ലിസേറ്റിയുടെ മോനാ. എപ്പോ വന്നു? ഓ, അങ്ങനെ. ഓ, അത് ശരി. ഇല്ല ആന്റി, അവര് പഠിച്ചോളൂ. പ്ലീസ് ആന്റി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ്. ശ്രദ്ധിച്ചിട്ടോ? ഇതാരാന്ന് മനസ്സിലായോ? കാൽട്ടൺ കൊക്കോകോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭുവാ. ഈ വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാ ഡേയും എനിക്ക് ജോലിയുടെയാ. മനസ്സിലായോ? Fill in the blanks, answer the following question. You go man, please give me 2 packs. 1 കുടിച്ചോ, 2 കുടിക്കും, 2 കുടിച്ചോ, 3 കുടിക്കും, 3 കുടിച്ചോ, 4 കുടിക്കും, 6 കുടിക്കും, 8 കുടിക്കും, 7 കുടിക്കും, അങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. ചേട്ടാ, മോളെ പേര് മോളീന്. മോളിയാണ്. കുട്ടികളെ പേര് മോളിയാണ്. കല മാറി. എവിടെ നല്ല വയറ് ചീറ്റിയാവും. ചാറ്റത്തില്ലാത്ത മനുഷ്യൻ കുറേശ്ശെ കുടിക്കാവൂ. മനസ്സിലായി? ഇങ്ങനെ നാളെ വരാം. ഇല്ല, നാൻസി, 3 പേപ്പർ സൈൻ ചെയ്യാൻ. ഇപ്പൊ എന്തിനാ മാറ്റിച്ച? നാളെ പോരെ? ഇത് അതിരാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്കാണ്. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. ലോകത്തിലൊക്കെ മരുന്ന് വിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. താനെ ഡീസന്റിന്റെ ചെറുപ്പം പണി വേണ്ട. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് അവന്റെ മനസ്സിലുള്ള പറയട്ടെ, എന്ത് പ്രശ്നമായാലും. പിന്നെ അവൻ
വിളിച്ചോണ്ട് പോകാം. ബഹളം ഉണ്ടാക്കരുത്. ഒന്ന് മാറി നിൽക്ക്. ചുമ്മാ ഉണ്ടോ? എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൻ നിക്കോളാസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്. അതല്ലടാ ചോദിച്ചത്. ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൾട്ടൻ നിക്കോളാസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ പാലാരി വഴി ഏതാണെന്നാ ചോദിച്ചത്? വഴി ചോദിച്ചു നിങ്ങളെ വഴി ഏതാക്കരുത്. സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാൾട്ടൻ നിക്കോളാസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. മതിലില്ലടാ. ഇല്ല. തല്ലല്ലേ മോനെ, അവര് പാവത്തുങ്ങളാ മാനെ. അല്ല മോനെ, ഇത്ര മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, വേറും പാവത്തിങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. കയ്യക്ഷര മോശ, ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് വരെ നാണാവും. അപ്പൊ പിന്നെ കൊച്ചു പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഗോപിനെ പോലെ ഉണ്ട്, ഒരു തോക്കിന്റെ കുറവുള്ളൂ. ഒരങ്ങൻ. ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോ. മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല. പോയിക്കോളാ ഉള്ള പോകാൻ പറഞ്ഞിട്ട് വേഗം തടി വട്ടാക്കാൻ നോക്കാം ചക്കന്മാരെ. കണ്ട പട്ടച്ചാരായോ കടിച്ചും കഴിച്ച് കണ്ണും പീസാക്കിയിട്ട്. നിങ്ങളാരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ പ്രശ്നം അതൊന്നുമല്ല. ഈർക്കിലിൽ തുണി ചുറ്റിയാൽ പുറകെന്ന് മാറാത്ത ആളാ എസ് ഐ കോഴി വാസു. അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയെന്നും വരും. അങ്ങനെയാണെങ്കിലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്തവണ ഡെഡ് ബോഡി ആകാൻ പോകുന്നത് കോഴി വാസുവാണ്. ഷുവർ. മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് ചെല്ലേ, അപ്പൊ മനസ്സിലായിക്കോളും. എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങോട്ട് സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചു കിടക്കണം. ആ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവൂ? വേണ്ടായിരുന്നു ഇവളെയൊക്കെ. താത്ത എവിടെ സാർ? എവിടെ? ദാ കിടക്കുന്നു നിന്റെ താത്ത. താത്തക്ക് എന്ത് പറ്റി സാർ? നിന്നൊക്കെ ഞാൻ ഇന്ന് അപ്പൊ അവർ തരികയല്ലേ? നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. ചേട്ടാ, ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം എന്താ സംഭവിച്ചെന്നറിയോ? ആക്ച്വലി അതായത് ഇത് ആൾമാറാട്ടത്തിന്റെ ഒന്നും പറയണ്ട. പട്ടരുടെ കൂടെ 12 കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത മണ്ടനൊന്നുമല്ല ഞാൻ. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. മണ്ടൻ ഇനി പറഞ്ഞു അയ്യോ ചേട്ടാ, അവന്റെ തന്തയ്ക്ക് പറയരുത്, അവൻ പാവമാ. മിണ്ടിപ്പോരുത്. ഇറങ്ങണ പുറത്ത്. ഞാനുമോ ജ്യേഷ്ഠ? അതേടാ നീയാ. ഇനി ഒരു നിമിഷം പോലും ആരുടെ കാണാൻ പാടില്ല. എല്ലാവരും ഇറങ്ങും. ഞങ്ങൾക്ക് കേറി കിടക്കാൻ വേറെ ഇടമില്ല ചേട്ടാ. നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ എവിടെയെങ്കിലും മണ്ണിൽ പോയി കിടക്കണ പട്ടികളെ. സാധുക്കളല്ലേ ചേട്ടാ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. കേറി പൊടിയകത്ത്. ചേട്ടാ, ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലേ? ഒരു വഴിയുണ്ട്. പറയൂ ജ്യേഷ്ഠ. ഞാൻ അടി തുടങ്ങി. രക്ഷപ്പെട്ടോ.
എടുത്തോട്ടെ മന്ത്രവാദത്തിന് ശക്തി ഉണ്ടടി ശാന്തേ.